ലോകത്തെ എല്ലാ മാറ്റം നമ്മളിപ്പോൾ സിനിമാ ഗാനത്തിൽ അല്ലെങ്കിൽ ഗാനശാഖയിൽ മാത്രമല്ലല്ലോ മാറ്റം. നമ്മൾ കാളവണ്ടിയിൽ പണ്ട് സഞ്ചരിച്ചിരുന്നു, ഇപ്പം നമ്മൾ അപ്പം വാഹന മേഖലയിൽ ആ മാറ്റം വന്നു. ലോകത്തുള്ള എല്ലാ കാര്യത്തിലും മാറ്റം വന്നതിൻ്റെ കൂട്ടത്തിലാണ് ഈ കവിതയിലും സാഹിത്യത്തിലും എഴുത്തിലും ഈ സംഗീതത്തിലൊക്കെ മാറ്റം വന്നത്. ആ ട്രെൻഡ് നല്ലതാണ്, പോസിറ്റീവാണ്. ഒരു റാപ്പ് പാട്ട് എഴുതാൻ പറഞ്ഞാൽ മുരുകൻ കാട്ടാക്കടയ്ക്ക് തീർച്ചയായിട്ടും എഴുതും, ആവശ്യം വന്നാൽ എഴുതും, തീർച്ചയായിട്ടും എഴുതും. ഇപ്പൊ ഈ നമുക്കിപ്പോ ഈ നമ്മളെ വേടൻ, നമ്മളെ പയ്യൻ, അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഗംഭീരമായ വരികൾ അതിനകത്തുണ്ട്. നമ്മളതിന്റെ ബഹളത്തിനിടയിൽ ശ്രദ്ധിക്കാതെ പോകുന്ന എത്രയോ വരികൾ. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പാട്ട് ഞാൻ ശ്രദ്ധിച്ചു, അതിനകത്ത് എഴുതിയിരിക്കുന്നത് അയാൾ പറഞ്ഞു ഒരുത്തി എന്ന് പാടുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ഒരു തീ എന്നും കൂടെ പാടുന്നുണ്ട്. ഒരുത്തി എന്ന് പാടിയിട്ട് ഒരു തീ എന്നുകൂടെ എഴുതണമെങ്കിൽ അത്ര ചെറിയ ആളുകൾക്ക് പറ്റില്ല. ഞാൻ പറയുന്നത് പുതിയ കുഞ്ഞുങ്ങൾ വളരെ ഗംഭീരമായി അടയാളപ്പെടുത്തുന്ന ഒരു കാലം തന്നെയാണ് ഇത്. മുരുകൻ കാട്ടാക്കടയ്ക്ക് അടുത്ത കാലത്ത് എഴുതിയ കവിതകളിൽ ഈ പുതിയ കാലത്തിനോട് ഓരം ചേർന്ന് നിൽക്കുന്നു എന്ന് തോന്നിയ സംഭവം ഏതാണ്? നമ്മൾ അങ്ങനെ ഞാൻ പിന്നെ എഴുതുമ്പോൾ എനിക്ക് ഒരു പറയാനൊരു കാര്യമുണ്ടാവുകയും അത് പറയേണ്ട മാതിരി പറയുകയും ചെയ്യണമെന്ന് തോന്നുമ്പോൾ എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ എല്ലാ കവിതകളെയും ഞാൻ ആ രീതിയിലാണ് കാണുന്നത്. പുതിയ ട്രെൻഡുമായിട്ട് അങ്ങനെ ഒരു സാധനം വരുന്നില്ല. അങ്ങനെ എൻ്റെ പിന്നെ ഇന്ത്യ എൻ്റെ സ്വന്തമെന്നു നെഞ്ചുറച്ചു ചൊല്ലുവാൻ കരുത്തു നേടണം നമുക്ക് കാവലാകണം. അതൊരു ആവശ്യം വന്നപ്പോൾ ഇന്ത്യ എൻ്റെ സ്വന്തമെന്ന് നെഞ്ചുറച്ചു ചൊല്ലുവാൻ കരുത്തു നേടണം നമുക്ക് കാവലാകണമെന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ആ ട്രെൻഡിനനുസരിച്ച് നമ്മുടെ വരികളെ മാറ്റാൻ കഴിയുന്ന ഒരു പരിതസ്ഥിതി ഇപ്പം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, രഞ്ജിനി പിന്നെ പണ്ടേ തന്നെ ഈ പുതിയ ട്രെൻഡിൽ ജീവിക്കാൻ ശ്രമിച്ച ഒരാളാണ് അല്ലേ? എനിക്ക് തോന്നുന്നു ഈ സംഗീതം ഇന്റർനാഷണലി നമ്മുടെ മലയാള സംഗീതം പോകാനും യൂട്യൂബൊക്കെ ഒരുപാട് ഉപകരിച്ചിട്ടുണ്ട്, സോഷ്യൽ മീഡിയ പ്രത്യേകിച്ചും. കാര്യം ഇപ്പം നമ്മൾ സാധനം ഇട്ട് കഴിഞ്ഞാൽ അതങ്ങ് ഐസ്രാക്കോണം വരെ പോകുന്നുള്ള ഒരു അവസ്ഥയുണ്ട്. ഇപ്പം ഈ ഒരു കാര്യം വരാൻ വേണ്ടിയിട്ട് കുറെ കാലം കാത്തു നിന്ന ഒരാളാണ്. എല്ലാവർക്കും ഒരു മ്യൂസിഷ്യൻ അവരുടെ മനസ്സിലുണ്ടാവുന്ന ഒരു സൗണ്ടിങ് ഉണ്ടാവും. എൻ്റെ പാട്ടുകൾ എനിക്ക് ഇനി ഇങ്ങനത്തെ പാട്ടുകൾ ചെയ്യണം, എനിക്ക് സ്വന്തമായിട്ട് പാട്ടുകൾ ചെയ്യണം, അതിന് ഇങ്ങനത്തെ സൗണ്ടിങ് വേണം എന്ന്. അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ശരിക്കും പറഞ്ഞാൽ ബാൻഡ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിപ്പോൾ ഒരു ട്രെൻഡായി എല്ലാവരും ബാൻഡ് കൊണ്ട് നടക്കുന്നത്. ബേസിക്കലി എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ബാൻഡിലൂടെ എൻ്റെ സ്വന്തം മ്യൂസിക് പുറത്തേക്ക് കൊണ്ടുവരണം, എനിക്കതൊന്ന് പബ്ലിഷ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ.